അയൺ ചെയ്യുന്ന സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക അല്ലേ? നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അയൺ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ കറണ്ട് പോയാലും ശരി, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ നടക്കും. അതേപോലെ തന്നെ അയൺ ചെയ്യൽ മാത്രമല്ല കേട്ടോ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറണ്ട് പോയിട്ടില്ല, നിങ്ങൾക്ക് കറണ്ട് ബില്ല് കുറയ്ക്കണം എന്നുണ്ടെങ്കിലും ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അയൺ ചെയ്യാൻ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ കറണ്ട് പോയി, അതല്ല നിങ്ങൾക്ക് ഇനിയിപ്പോൾ കറണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അയൺ ചെയ്യാനും ഇതുണ്ടെന്ന് വിചാരിച്ചോളൂ. ഇത് അതേപോലെ ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മുകളിൽ ഒരു സ്പ്രേയർ വാങ്ങിക്കാൻ കിട്ടും നമുക്ക്, അത് വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഈ ഒരു അയൺ ചെയ്യേണ്ട, അപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ചുളുങ്ങിയിരിക്കുകയല്ലേ ഈ ഡ്രസ്സ്. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്കൊന്ന് എങ്ങനെയാണ് ഇതിനൊന്ന് അയൺ ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ. നമ്മൾ ജസ്റ്റ് നല്ല ഒരു കുറച്ചൊന്ന് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് കൊടുക്കാം കേട്ടോ വെള്ളം. അതിനുശേഷം നമുക്ക് ഇതേപോലെ ആ തുണി ഒന്ന് പിടിച്ചിട്ട് ഒന്നിങ്ങനെ കൈ വെച്ച് ഒന്നിങ്ങനെ തുടച്ചു കൊടുത്താൽ മതി. കണ്ടോ, ഇവിടുത്തെ ആ ഒരു ഇത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ചുളിവ് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതേപോലെ തന്നെ ഞാൻ വേറെ സ്ഥലത്തും എല്ലായിടത്തും ഈ ഒരു ഡ്രസ്സ് ഫുൾ ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒരുപാട് നനയുന്ന രീതിയിലൊന്നും ചെയ്യണ്ട, നല്ലൊരു പ്രഷർ വരുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ വെള്ളം ഒന്ന് ഇതാക്കുക. അതിനുശേഷം നമ്മൾ കൈ വെച്ച് ഒന്നിങ്ങനെ ഇതാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ആ ഒരു തുണി നല്ല രീതിയിൽ തന്നെ നമുക്ക് അയൺ ചെയ്ത പോലെ തന്നെ നമുക്ക് കിട്ടും. ഫുൾ ഡ്രസ്സും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ കൈകളിലോ ഒക്കെ ആണെങ്കിലും അതെ, ഇതാണ്ടില്ലേ കൈയൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ചുളുങ്ങിയിരിക്കുവാണ്. ഇപ്പോൾ നമുക്കിത് ഷർട്ടോ ഏത് ഡ്രസ്സാണെങ്കിലും നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ആദ്യം അതിനെ നല്ല രീതിയിൽ ഒന്ന് വെച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് 2 പ്രാവശ്യം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൈ വെച്ച് നല്ല രീതിയിൽ തന്നെ ഒന്നിങ്ങനെ തുടച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്പ്രേ ചെയ്യുന്ന ഇതിപ്പോൾ വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ സ്പ്രേ ചെയ്യുന്ന ഇത് 10 രൂപയ്ക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതിൽ ചെയ്താൽ മതി. അപ്പം നല്ല പ്രഷറിൽ തന്നെ ആ ഒരു വെള്ളം ഒന്ന് അടിക്കും. ഒരുപാട് വെള്ളം അടിക്കേണ്ട, അപ്പോൾ അതിന് ചെറിയൊരു നനവ് കാണും. അപ്പോൾ വേറൊരു കാര്യം എന്താ പറഞ്ഞാൽ, ഈ ഒരു ബോട്ടിൽ നമ്മൾ വെള്ളം നിറയ്ക്കുന്ന ആ ഒരു സമയത്ത് ഇതിൽ കുറച്ചൊരു സ്പ്രേ കൂടെ ഒരു 2 ഡ്രോപ്സ് ഒന്നിങ്ങനെ ഒറ്റിച്ച് നമ്മുടെ ഏതെങ്കിലും ഒരു ബോഡി സ്പ്രേ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മണവും തുണികൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതും നല്ലൊരു എന്താ പറയുക, നമുക്ക് നല്ലൊരു മണം കിട്ടുന്ന മാത്രമല്ല, നമ്മൾ സാധാരണ ബോഡി സ്പ്രേ നമ്മൾ അടിക്കുന്നതിനേക്കാട്ടിലും നമ്മളിങ്ങനെ ഈ ഒരു ഇത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഈ സ്പ്രേ ബോട്ടിൽ ഇങ്ങനെ അടിച്ചിട്ട് നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു മണവും കിട്ടും, അതേപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല വൃത്തിയായിട്ട് തുണികൾ ഇരിക്കും. അതേപോലെ പിന്നെ നമ്മൾ വൈകുന്നേരമൊക്കെ ഇപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചു എന്ന് വിചാരിച്ചോളൂ. ഇനിയിപ്പോൾ ഈ ഡ്രസ്സിൽ അയൺ ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് നമ്മളിങ്ങനെ സ്പ്രേ മാതിരിയല്ലേ ചെയ്യുന്നത്, അപ്പോൾ അതിനകത്ത് നമുക്ക് വെള്ളം നനവുണ്ടെന്ന് തോന്നിയെന്ന് വിചാരിച്ചോളൂ. ആ വെള്ളം നനവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ഹാങ് ചെയ്തിട്ട് ഒന്നിങ്ങനെ തൂക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു ഇപ്പോൾ വൈകിട്ടൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം നനവൊക്കെ മാറി കിട്ടും. ഇപ്പോൾ കുട്ടികളുടെ യൂണിഫോമോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത്ര വലിയ വെള്ളം നനവൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ മാതിരി ഒന്ന് ചെയ്യണമല്ലേ ഉള്ളൂ. ഇനി ഇതല്ലാതെ വേറെയും വഴിയുണ്ട് കേട്ടോ. നമുക്ക് കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഞാൻ മുന്നേ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. നമുക്ക് നമ്മുടെ പഴയ ഒരു കുക്കറിൽ വെള്ളം ചൂടാക്കിയിട്ട് ആ കുക്കറിൻ്റെ അടപ്പും വിസിലൊക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ സാധാ അയൺ ബോക്സ് വെക്കുന്ന പോലെ അയൺ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. തുണിയൊക്കെ പെട്ടെന്ന് നമുക്ക് അയൺ ചെയ്യാനും പറ്റും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ഫ്ലാസ്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാതെ കുറേ ദിവസം, ഇപ്പോൾ ബോട്ടിലോ ഫ്ലാസ്കോ ഒക്കെ ഇങ്ങനത്തെയൊക്കെ ഈ ചൂടുവെള്ളവും തണുപ്പുവെള്ളവും ഒക്കെ നിൽക്കുന്ന ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ കുറേ ദിവസം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ബാഡ് സ്മെല്ലും അത് അങ്ങനെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലൊരു ന്യൂസ് പേപ്പർ ഒന്നിങ്ങനെ ചുരുട്ടിയിട്ട് ഇതിനകത്തോട്ട് ഇടാം കേട്ടോ. ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് അടച്ചു വെക്കാം കേട്ടോ. ഒരു 2-3 മണിക്കൂർ ഈ പേപ്പർ ഒന്ന് അടച്ചു വെക്കുക. അതിനുശേഷം നമ്മൾ ഈ പേപ്പർ അടച്ചു വെച്ച് കഴിഞ്ഞ് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ഇത് നമുക്ക് നല്ല രീതിയിൽ കഴുകിയെടുക്കാം കേട്ടോ. പിന്നെ വാഷ് ചെയ്ത് കൂടി എടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ മാറി കിട്ടും.
ആദ്യം തന്നെ നമ്മുടെ വെളുത്തുള്ളി മൊത്തമായിട്ട് തന്നെ നമുക്കിതാ ഇതേപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. മൊത്തത്തിൽ തൊലിയോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ അരിഞ്ഞെടുക്കുന്നത്. നല്ല പെട്ടെന്ന് തന്നെ അരിഞ്ഞ് നല്ല വൃത്തിയായിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയിലോട്ട് നമുക്കിതാ കുറച്ച് ആട്ടയോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ആട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതാ കൈ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്നിങ്ങനെ തിരുമ്മി കൊടുക്കുക. അപ്പൊ അതിനുശേഷം ഞാനിതാ അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇത് എല്ലാറ്റിനെയും തൊലി പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ ഇതൊന്ന് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പൊ ഇതാ നോക്കൂ, പെട്ടെന്ന് തന്നെ നമ്മുടെ വെളുത്തുള്ളി എല്ലാം തൊലി കളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പാറിക്കാനൊന്നും വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വെള്ളത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അത് വൃത്തിയായിട്ട് കിട്ടും. ചില ടീഷർട്ടോ ചില ഡ്രസ്സുകളിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഈ വുളൻ ടൈപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചില ടീഷർട്ടുകളിൽ വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നൂല് പൊങ്ങിയിട്ട് വരുമല്ലോ. അപ്പൊ ഈ നൂല് പൊങ്ങിയിട്ടുള്ളത് മാറാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മൾ ചെറിയൊരു ചീർപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇതെല്ലാം മാറി കിട്ടും. ആ ഒരു ക്ലോത്ത് ലിന്റ് വരില്ലേ, ആ ക്ലോത്ത് ലിന്റ് എല്ലാം മാറാനായിട്ട് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു കൊടുത്താൽ മതി കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ സ്വെറ്റർ പോലത്തെ ഡ്രസ്സുകളിലൊക്കെ നല്ല രീതിയിൽ തന്നെ വരും. അതിങ്ങനെ വളരെ തണുപ്പിലിടുന്ന ആ ഒരു ഡ്രസ്സിലൊക്കെ നല്ലോണം വരും. അപ്പം നമ്മളിതാ ഒരു ചീർപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഇപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു ഡ്രസ്സിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഒരു ചീർപ്പിൻ്റെ മാത്രം ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു നൂല് പൊങ്ങിയതൊക്കെ ഒന്നിങ്ങനെ ഒരു ചീർപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു തുണിയിലെ എല്ലാം മാറി കിട്ടും കേട്ടോ. നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങളുള്ള പ്ലാസ്റ്റിക് കവർ നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ഇപ്പോൾ പനീറൊക്കെ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ പനീറാണ് അപ്പോൾ ഞാനൊരു പാതി യൂസ് ചെയ്തിട്ട് ബാക്കി നമുക്ക് ഫ്രീസറിൽ വെക്കണം എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇതിൻ്റെ ഈ കവർ എപ്പോഴും ഓപ്പൺ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടെയ്നറിലാക്കി കഴിഞ്ഞാൽ അത്രയും സ്പേസ് പോവുകയും ചെയ്യൂലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ കവർ, ആ കട്ട് ചെയ്തതിൻ്റെ മുകളിൽ നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെക്കുക. അതിനുശേഷം നമ്മളൊരു അയൺ ബോക്സ് വെച്ചിട്ട് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം കേട്ടോ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് അയൺ ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ അത് ഒട്ടിയിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു പ്ലാസ്റ്റിക് കവർ നേരെ ഒട്ടി കിട്ടുകയും ചെയ്യും. നമുക്കത് പുതിയതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. അതേപോലെ നമുക്ക് ഫ്രീസറിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനും എളുപ്പമായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ എണ്ണ എടുക്കുക കേട്ടോ. ഏതെണ്ണ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് നമ്മുടെ മസ്റ്റർഡ് ഓയിലാണ്. അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നല്ല എണ്ണ ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ കടുകെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഏതെങ്കിലും എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മുടെ വഴണയില എന്നൊക്കെ പറയില്ലേ, ഈ ഒരു ഇലയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു മഞ്ഞൾപ്പൊടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഈ ഒരു എണ്ണയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു വഴണയിലയിൽ ഇതൊന്ന് നല്ല രീതിയിലൊന്ന് തേച്ച് കൊടുക്കുകയാണ്, രണ്ട് സൈഡും കേട്ടോ. അപ്പോൾ രണ്ട് സൈഡ് നമ്മളിത് തേച്ച് കൊടുക്കണം. അപ്പോൾ അതിനുശേഷം നമ്മളിത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ തേച്ച് കൊടുത്താൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഏറ്റവും നല്ലത് നമ്മുടെ എന്താ പറയുക, മറ്റേ ഞാൻ പറഞ്ഞില്ലേ ആദ്യം, നല്ലെണ്ണയെക്കാട്ടിലും ഏറ്റവും നല്ലത് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ കടുകെണ്ണ തന്നെയാണ്. പക്ഷെ അതില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അല്ലേ. അപ്പോൾ നമ്മൾ നല്ലെണ്ണ എടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ ഇതാ നല്ല രീതിയിൽ ഇത് തേച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലീഫ് ഫുള്ളായിട്ടൊന്ന് തേച്ച് വിട്ടിട്ടുണ്ട്. ഇത്തിരി വലിയ ലീഫ് എടുത്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ നമുക്കൊരു 3-4 ലീഫ് വേണമെങ്കിൽ എടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഇതേപോലെ ഒന്നിങ്ങനെ പുകച്ചിട്ട് നമ്മൾ എല്ലായിടത്തും ഈവനിങ് ടൈമിൽ നമ്മൾ എല്ലായിടത്തും റൂമിലോ നമ്മുടെ ഹാളിലോ ഒക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമ്മളൊന്ന് കട്ടിലിൻ്റെ അടിയിലും ഒക്കെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൊതു ഒന്നും വരാതെ നമുക്ക് വീട്ടിൽ നിന്ന് കൊതു എല്ലാം, പിന്നെ ജനലും വാതിലൊക്കെ ഒന്ന് തുറന്നിട്ടാൽ മതി ഇതിങ്ങനെയൊക്കെ പുകച്ചിട്ട്. അപ്പോൾ കൊതു എല്ലാം പുറത്തു പോകും കേട്ടോ. അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം ഇത് നമുക്ക് ഇപ്പോൾ ഒരില എന്നില്ല, നമ്മൾ 2-3 ഇല പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇതേപോലെ എന്തിലേലും ഒരു ഗ്ലാസ് മാതിരി സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലോ എന്തിലേലും അങ്ങനെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ഒരു പാത്രത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരുന്നോളും. അപ്പോൾ നമുക്കിതിപ്പോൾ ശ്വസിച്ചാലും നമുക്ക് ഒരു ഹാംഫുൾ കെമിക്കൽസ് ഒന്നും ഇല്ലാത്തൊരു കാര്യങ്ങളല്ലേ, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഏറ്റവും നല്ലതാണ് കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾക്കിപ്പോൾ കൊതുക് തിരിയും അല്ലെങ്കിൽ മോസ്കിറ്റോ ലിക്വിഡൊക്കെ വെക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നത് കേട്ടോ. നല്ലൊരു പുകയാണ്, അതേപോലെ തന്നെ നല്ലൊരു മണമാണ്. അപ്പോൾ ഒട്ടും നമുക്ക് കൊതുക് വരില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്പ്രേ ചെയ്തിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് തുടച്ചെടുത്താൽ തന്നെ നമുക്ക് അയൺ ചെയ്ത പോലെ നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.